ഒറ്റ പ്രൊഡക്റ്റ്, ബോൾഡായ ഐഡിയ, സ്വപ്നം നിറവേറ്റാനുള്ള നിശ്ചയദാർഢ്യം, തിരിച്ചടിയിലും തളരാതെ പുതിയവ കണ്ടെത്താനുള്ള മനസ്സ്, ടാർഗറ്റ് ഓഡിയൻസുമായി ഇമോഷണലി കണക്ട് ചെയ്യാനുള്ള പ്രൊമോഷണൽ ക്യാമ്പയിൻ, യുവത്വം ആഗ്രഹിക്കുന്ന മോഡലുകൾക്കായി അടങ്ങാത്ത ദാഹത്തോടെ നടത്തുന്ന പരീക്ഷണം. നൈക്കി ഓരോ സംരംഭകരോടും പറഞ്ഞു തരുന്ന വിജയപാഠം ഇതാണ്. 1980കളിൽ അഡിഡാസ് എന്ന സ്പോർട്സ് വെയർ ഭീമന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഫൈറ്റ് ചെയ്ത അതേ നൈക്കി 2010ഓടെ അഡിഡാസിനെ പിന്നിലാക്കി ലോക മാർക്കറ്റ് പിടിച്ചു. അഡിഡാസ് നൈക്കിയുടെ പകുതിയോളമായി ചുരുങ്ങി. പ്യൂമ ഉൾപ്പെടെയുള്ള എതിരാളികൾ നൈക്കിക്ക് മുന്നിൽ തുച്ഛമായി മാറി. കാറിന്റെ ഡിക്കിയിൽ ഷൂ കച്ചവടം തുടങ്ങിയവർ സ്പോർട്സ് വെയർ മാർക്കറ്റിൽ ലോക രാജാക്കന്മാരായി. ഇതിനിടയിൽ ചില പേരുദോഷവും നൈക്കി കേട്ടു. അമേരിക്കയ്ക്ക് പുറത്തുള്ള ഷൂ ഫാക്ടറികളിൽ വളരെ മോശമായ സാഹചര്യത്തിലാണ് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്ന അപവാദം. തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ ഫണ്ടിറക്കിയും അക്കൗണ്ടബിലിറ്റി കാത്തുസൂക്ഷിച്ചും നൈക്കി പോസിറ്റീവായി നിലപാടെടുത്തു. $5000 കോടി വരുമാനം, 200ഓളം രാജ്യങ്ങളിലായി 2000ഓളം റീറ്റെയിൽ സ്റ്റോറുകൾ, ലോകത്തെ ഏറ്റവും വലിയ അത്ലറ്റിക് ഷൂ മാനുഫാക്ചറർ എന്ന പദവി, 28% മാർക്കറ്റ് ഷെയർ, 75,000-ലധികം വരുന്ന ജീവനക്കാർ, ശക്തമായ ബ്രാൻഡ് എന്ന വിപണിയിലെ മേൽക്കോയ്മ. ഇതാണ് ഇന്ന് നൈക്കി. കാറിൽ കറങ്ങി കിനാബ് വിറ്റപ്പോഴും കരളിൽ കാത്തുവെച്ച കാഴ്ചപ്പാട് കൈമോശം വരാതെ സൂക്ഷിച്ചതാണ് കോടിത്തിളക്കമുള്ള കച്ചവടത്തിലേക്ക് നൈക്കിയെ കൈപിടിച്ചുയർത്തിയത്.